ജീവനോട് തീയിലിട്ട് ചുട്ടാലോ കൂർത്ത മുനയുള്ള ചെയറിൽ ഇരുത്തിയാലോ വാളിനറുത്താലോ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുമോ എന്ന് സങ്കല്പിച്ചു നോക്കൂ. ഭയം തോന്നുന്നുണ്ടെങ്കിൽ ഇതിലും ക്രൂരമായ ടോർച്ചറുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സ്ത്രീകളെപ്പറ്റി കേട്ടാൽ നിങ്ങൾ തീർച്ചയായും വിറയ്ക്കും. മധ്യകാലഘട്ടത്തിലാണ് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്തത്. ജനനേന്ദ്രിയത്തിൽ ഇരുമ്പ് വസ്തുക്കൾ കയറ്റുന്നത് മുതൽ ചില വസ്തുക്കളിലിരുത്തി ശരീരത്തിന്റെ സെൻസിറ്റീവ് ഭാഗം മുറിക്കുന്നത് വരെയുള്ള കഠിനമായ ടോർച്ചറുകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ മധ്യകാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് നേരെ നടത്തിയ ഏറ്റവും ഭയാനകവും വേദനാജനകവുമായ 10 ടോർച്ചറുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വീഡിയോ കാണൂ. എല്ലാവർക്കും ഫെമ്മിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്പർ 10, സ്പാനിഷ് ഡോങ്കി. മധ്യകാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഈ ഉപകരണത്തിന്റെ പേര് കേൾക്കാൻ രസമുണ്ടാകും. പക്ഷെ നിങ്ങൾ അതിന്റെ ഉപയോഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് കണ്ട് ചിരിക്കാൻ കഴിയില്ല. ഈ ഉപകരണം സാവധാനത്തിൽ സ്ത്രീകളുടെ ശരീരത്തെ 2 ഭാഗങ്ങളായി വിഭജിക്കും. ജനനേന്ദ്രിയത്തിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. ഈ ഉപകരണത്തിന് വളരെ മൂർച്ചയുള്ള അഗ്രമുള്ള ഒരു പിരമിഡ് ഷേപ്പ്ഡ് പീസ് ഉണ്ടായിരുന്നു. കുതിരപ്പുറത്ത് കയറുന്നത് പോലെ ഈ മൂർച്ചയുള്ള അരികുകളിൽ മുന്നോട്ടും പിന്നോട്ടും നീങ്ങാൻ സ്ത്രീകളെ നിർബന്ധിതരാക്കിയിരുന്നു. മൂർച്ചയുള്ള അഗ്രം അവരുടെ കാലുകൾക്കിടയിൽ വെക്കുകയും മുറിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇത് ചിലപ്പോൾ വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ടോർച്ചർ കൂടുതൽ വേദനാജനകമാക്കാൻ സ്ത്രീകളുടെ കാലുകളിൽ കല്ലുകൾ കെട്ടിവെക്കാറുണ്ടായിരുന്നു. 2 കാലുകളിലും അങ്ങനെ കല്ലുകൾ കെട്ടിവെക്കുമ്പോൾ അവരുടെ കാലുകൾക്ക് ഭാരം കൂടുകയും ആയുധത്തിന്റെ മൂർച്ചയുള്ള അഗ്രം അവരുടെ ശരീരത്തെ കൂടുതൽ വേദനിപ്പിക്കുകയും കൂടുതൽ രക്തസ്രാവം ഉണ്ടാക്കുകയും ചെയ്യും. അമേരിക്കൻ ആഭ്യന്തര യുദ്ധകാലത്ത് യൂണിയൻ ഗാർഡുകൾ അവരുടെ കോൺഫെഡറേറ്റ് തടവുകാർക്കെതിരെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. നമ്പർ 9, ക്രഷ് ബൈ ആൻ എലിഫന്റ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ 400 വർഷത്തിലേറെയായി ഉപയോഗിച്ചിരുന്ന രീതികളിൽ ഒന്നായിരുന്നു പ്രതിയെ ചതച്ചു കൊല്ലൽ. ആനയെക്കൊണ്ട് കൊല്ലുന്നതും ഈ രീതികളിൽ ഒന്നായിരുന്നു. ഈ രീതിയിൽ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിയെ ഒരു പരന്ന കല്ലിൽ കെട്ടിയിടും. തുടർന്ന് ഈ ഭയാനകമായ കാര്യം ചെയ്യാൻ പരിശീലിപ്പിച്ച ആനയെ പ്രതിയുടെ തലയ്ക്ക് മുകളിലൂടെ ഓടാൻ ഉത്തരവിടും. ഈ രീതിയിൽ ആനയുടെ ഭാരം കാരണം ഇരയുടെ ശരീരവും പ്രത്യേകിച്ച് തലയൂട്ടിയും ചതഞ്ഞരയുകയും അയാൾ ഏറ്റവും മോശമായ രീതിയിൽ മരിക്കുകയും ചെയ്യും. ആനകൾ സ്വാഭാവികമായി കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ, പ്രധാനമായും തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഇത് സാധാരണമായിരുന്നു. ചവിട്ടിമതിക്കൽ കഴിയുന്നത്ര ക്രൂരമാണെന്ന് ഉറപ്പാക്കാൻ ആനകളെ പലപ്പോഴും നന്നായി പരിശീലിപ്പിച്ചിരുന്നു. നമ്പർ 8, ഗ്രംബ്ലിംഗ് ഗ്രെയിൻസ്. മധ്യ യൂറോപ്പിൽ അമിതമായി സംസാരിക്കുന്നവരോ ശല്യപ്പെടുത്തുന്നവരോ ആണെന്ന് ആരോപിക്കപ്പെടുന്ന സ്ത്രീകളെ ശിക്ഷിക്കാൻ സ്കോട്ട് പ്രിഡിൽ എന്ന് വിളിക്കുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചിരുന്നു. സംസാരം തടയാൻ വേണ്ടി വായിൽ കടത്തിവിടുന്ന ഒരു ലോഹക്കഷണം ഉപയോഗിച്ച് സ്ത്രീകളുടെ തലയിൽ കടിപ്പിച്ച ഇരുമ്പ് കഷണം പോലുള്ള ഉപകരണമായിരുന്നു അത്. ഒരാൾക്ക് വേണമെങ്കിൽ തന്റെ ശല്യപ്പെടുത്തുന്ന വൈഫിനെ ഒഴിവാക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഇതായിരുന്നു. കൂടാതെ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെയോ കാമുകനെയോ കുറിച്ച് നിരന്തരം പരാതിപ്പെടുന്നവളോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ റൂമറസ് പ്രചരിപ്പിക്കുന്നവളോ ആണെങ്കിൽ അവരിൽ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. കാരണം അക്കാലത്ത് തെറ്റായ വിവരങ്ങൾ നൽകുന്നതും റൂമറസ് പ്രചരിപ്പിക്കുന്നതും ദുഷ്ടസ്വഭാവങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു. ഈ ഉപകരണം സ്ത്രീയുടെ തലയിൽ പൂർണ്ണമായും ബന്ധിച്ചിരിക്കുന്ന ഒരു ഇരുമ്പ് മാസ്ക് ആയിരുന്നു. ചില അവസരങ്ങളിൽ ഒരു ലോഹവസ്തു നാവിന് മുകളിൽ നേരിട്ട് വെക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഈ മാസ്ക് ധരിച്ച് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാലോ ഒരുപക്ഷെ നഗരത്തിൽ ജനങ്ങളുടെ ഇടയിൽ നടക്കേണ്ടി വന്നാലോ ഒക്കെ ഇതുവരെ വളരെയധികം ലജ്ജിപ്പിച്ചിരുന്നു. ഇത് സ്ത്രീകളുടെ ആത്മവിശ്വാസം തകർക്കാൻ കൂടി കാരണമായി തീർന്നു. നമ്പർ 7, കട്ടിംഗ് വിത്ത് എ സാ. മധ്യകാലഘട്ടത്തിൽ ഭയം ജനിപ്പിക്കാനും നിയന്ത്രണം നിലനിർത്താനും ഉപയോഗിച്ചിരുന്ന നിരവധി ക്രൂരമായ ടോർച്ചർ ശിക്ഷാരീതികളിൽ ഒന്നായിരുന്നു ഇത്. കുറ്റാരോപിതനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ടോർച്ചറുകൾ. മന്ത്രവാദം, രാജ്യദ്രോഹം, വിശുദ്ധ വസ്തുക്കളെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട സ്ത്രീകളെയാണ് ഈ രീതിയിൽ ശിക്ഷിച്ചിരുന്നത്. അവരെ തലകീഴായി തൂക്കിയിട്ട ശേഷം അവരുടെ കാലുകൾക്കിടയിൽ വാൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. ആ വാളിന്റെ മൂർച്ചയുള്ള പല്ലുകളെല്ലാം അവരെ വേദനിപ്പിക്കും. അരക്കെട്ടിൽ നിന്ന് ആരംഭിച്ച് ശരീരം സാവധാനം മുറിക്കും. ചില സന്ദർഭങ്ങളിൽ ഹൃദയമോ ശ്വാസകോശമോ പോലെയുള്ള പ്രധാന അവയവങ്ങളിൽ വാളെത്തുന്നതുവരെ ഇര ജീവനോടെ ഉണ്ടാകും. നമ്പർ 6, ടോർമെന്റിംഗ് പിയർ. ചോക്ക് പിയർ അല്ലെങ്കിൽ മൗത്ത് പിയർ എന്നും വിളിക്കുന്ന ഈ ഉപകരണം ആധുനിക കാലഘട്ടത്തിന്റെ തുടക്കത്തിലാണ് കണ്ടുപിടിച്ചത്. പഴങ്ങളിൽ നിന്ന് ജ്യൂസ് വേർതിരിച്ചെടുക്കാൻ ഇത് ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുള്ളതായി പറയപ്പെടുന്നുണ്ട്. കൂടാതെ ഈ ഉപകരണം ടോർച്ചറിങ്ങിനും ഉപയോഗിച്ചിരുന്നു. മുകളിലത്തെ തലം അമർത്തുമ്പോൾ തുറക്കുന്ന 4 പെഡൽസ് ഇതിലുണ്ട്. ഈ ശിക്ഷ കിട്ടുന്ന പ്രധാന ഇരകൾ മന്ത്രവാദമോ അല്ലെങ്കിൽ ഗർഭഛിദ്രം ആരോപിക്കപ്പെട്ട സ്ത്രീകളോ ഒക്കെ ആയിരുന്നു. സ്ത്രീകളുടെ ജനനേന്ദ്രിയത്തിൽ ഇത് പ്രവേശിപ്പിക്കുകയും ക്രമേണ അവരുടെ ശരീരത്തിന്റെ ഈ ഭാഗം തകരാൻ കാരണമാവുകയും ചെയ്തിരുന്നു. ഈ ടോർച്ചർ സ്ത്രീകൾക്ക് മാത്രമല്ല അക്രമികളെ ടോർച്ചർ ചെയ്യാനും ഉപയോഗിച്ചിരുന്നു. അവിശ്വാസികളുടെ വായ അടച്ചിടാൻ പോലും ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രതികളുടെ താടിയെല്ലിന്റെയും മുഖത്തിന്റെയും അസ്ഥികൾ ഒടിയാറുണ്ടായിരുന്നു. ഇത് വളരെ ഭയാനകമായ ഒന്നുകൂടിയായിരുന്നു.
നമ്പർ 5 ബേണിംഗ് ദ വിച്ച്. ഇത് ആളുകളെ, പ്രത്യേകിച്ച് മന്ത്രവാദമോ അല്ലെങ്കിൽ വിശ്വസോഞ്ചന കുറ്റമോ ഒക്കെ ചുമത്തിയ സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കാനുള്ള പരമ്പരാഗത മാർഗമായിരുന്നു. പ്രതി ഭാഗ്യമുള്ള ആളാണെങ്കിൽ തീയിൽ നിന്നുള്ള ഗ്യാസ് കാരണം തീ അയാളെ കത്തിച്ചു കൊല്ലുന്നതിന് മുമ്പ് തന്നെ അയാൾ ബോധം കെടും. എന്നാൽ ഒരുപക്ഷെ അയാൾ ബോധം കെട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഭയാനകമായ മരണങ്ങളിലൊന്ന് അയാൾക്ക് നേരിടേണ്ടി വരും. നമ്പർ 4 സ്റ്റോണിംഗ്. കല്ലെറിഞ്ഞുള്ള ശിക്ഷ ആളുകളെ കൊല്ലാനുള്ള ഏറ്റവും പഴക്കമേറിയതും പ്രാകൃതവുമായ ഒരു മാർഗമാണ്. പുരാതന ഇസ്രയേലിൽ ഇത് സാധാരണ വധശിക്ഷാ രീതിയായി കണക്കാക്കപ്പെട്ടിരുന്നു. ഈ ശിക്ഷ നടപ്പിലാക്കുന്ന രീതി അവർ നിലത്ത് ആഴമേറിയതും ഇടുങ്ങിയതുമായ ഒരു കുഴി കുഴിക്കും. എന്നിട്ട് കൈകളും കാലുകളും കെട്ടിയിട്ട നിലയിൽ ഒരു സ്ത്രീയെ ഈ കുഴിയിലിടും. അവളുടെ കഴുത്തും തലയും മാത്രമേ കുഴിയിൽ നിന്ന് പുറത്തു നിർത്തുള്ളൂ. പിന്നീട് ഒരു കൂട്ടം ആളുകൾ ആ സ്ത്രീയുടെ മുഖത്തും കഴുത്തിലുമൊക്കെ കല്ലെറിയും. ആ സ്ത്രീ കൊല്ലപ്പെടുന്നതുവരെ അവരത് തുടർന്നുകൊണ്ടിരിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ ശിക്ഷ ഉപയോഗിച്ചിരുന്നു. അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലുന്ന രീതി ഇപ്പോഴും നടത്തിവരുന്നുണ്ട്. നിർഭാഗ്യവശാൽ ലോകത്തിലെ 15 രാജ്യങ്ങളിൽ ഇപ്പോഴും ഇത് നടപ്പിലാക്കുന്നുണ്ട്. ആദ്യകാല ക്രിസ്ത്യൻ കാലഘട്ടത്തിൽ ഇതിന്റെ ഉപയോഗം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പിൽക്കാലങ്ങളിൽ ജൂത കോടതികൾ കല്ലെറിഞ്ഞു കൊല്ലൽ ശിക്ഷ ഒഴിവാക്കിയിരുന്നു. നമ്പർ 3 റിപ്പബ്ലിക്കൻ മാരേജ്. ഈ പേര് പ്രണയപരമായി തോന്നുമെങ്കിലും അത് സ്നേഹത്തിൽ നിന്നും വാത്സല്യത്തിൽ നിന്നും വളരെ അകലെയാണ്. റവല്യൂഷണറി ഫ്രാൻസിലെ ഭീകരഭരണകാലത്ത് നാൻഡസിൽ നടന്നതായി പറയുന്ന ഒരു വധശിക്ഷാ രീതിയാണിത്. ഈ രീതിയിൽ ഒരു പുരുഷനെയും സ്ത്രീയെയും നഗ്നരായി കെട്ടിയിട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയിരുന്നു. പിന്നീട് അവരെ തൂക്കിലേറ്റുകയോ വെടിവെക്കുകയോ നദിയിൽ മുക്കിക്കൊല്ലുകയോ ചെയ്തിരുന്നു. കന്യാസ്ത്രീകൾക്ക് പലപ്പോഴും നൽകിയിരുന്ന ഏറ്റവും ഭയാനകമായ ശിക്ഷകളിൽ ഒന്നായിരുന്നു ഈ ശിക്ഷ. നമ്പർ 2 അയൺ ചെയർ. ഈ കസേര ആദ്യമായി മധ്യകാലഘട്ടത്തിലാണ് ഉപയോഗിച്ചിരുന്നത്. ചൈനീസ് ടോർച്ചർ ചെയർ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. കുറ്റവാളിയെ ഈ കസേരയിലിരിക്കാൻ നിർബന്ധിതരാക്കിയിരുന്നു. ഈ കസേരയുടെ ഉപരിതലം വലുതും വളരെ ഷാർപ്പായിട്ടുള്ള നെയിൽസ് കൊണ്ട് മൂടിയതുമായിരുന്നു. കഠിനമായ രക്തസ്രാവം മൂലം ഇരയുടെ ജീവൻ നഷ്ടപ്പെടുന്നതുവരെ ഈ ജോലി തുടരും. ചില സന്ദർഭങ്ങളിൽ രക്തസ്രാവത്തിന് പുറമെ കസേരയുടെ ചൂടും ഉരുകലും അനുഭവിക്കുന്ന പ്രതികളെ അവർ കസേരയ്ക്കടിയിൽ തീ കത്തിച്ച് കൊല്ലുമായിരുന്നു. വ്യഭിചാരവും മന്ത്രവാദവും കൊലപാതകവും പോലെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷയായി ഇത് വിധിച്ചിരുന്നു. 1800കളുടെ അവസാനം വരെ യൂറോപ്പിൽ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. നമ്പർ 1 ഫീമെയിൽ സർക്കംസിഷൻ. ഇത് അജ്ഞതയുടെ കാലവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ലോകത്തിലെ നിരവധി ആളുകൾ ഇതിപ്പോഴും നടത്തുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ ഗവേഷണമനുസരിച്ച് ലോകമെമ്പാടുമുള്ള 200 ദശലക്ഷത്തിലധികം പെൺകുട്ടികൾ ഈ ശിക്ഷയുടെ ഇരകളാണ്. ഇതിന്റെ പ്രധാന ഉദ്ദേശം അവരുടെ ലൈംഗികാഭിലാഷത്തെ അടിച്ചമർത്തുക എന്നതാണ്. 15 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളിലാണ് അവരിത് ചെയ്തിരുന്നത്. ഇത് ശരിക്കും ഒരു പ്രാകൃത ആചാരം കൂടിയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ ശിക്ഷാരീതികളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് ഏതാണെന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.